ഒരു കാർ ആദ്യത്തെ 2 മണിക്കൂർ 40 km/h വേഗതയിലും അടുത്ത 3 മണിക്കൂർ 70 km/h വേഗതയിലും സഞ്ചരിച്ചാൽ അതിൻ്റെ ശരാശരി വേഗത എത്ര km/h ആണ്? ഇവിടെ കാണേണ്ടത് ശരാശരി വേഗതയാണ്. വേഗത കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? വേഗത സമം ദൂരം ബൈ സമയം. ഇവിടെ തന്നിട്ടുള്ളത് ആദ്യത്തെ 2 മണിക്കൂറിൽ 40 km/h ആണ്. അടുത്ത 3 മണിക്കൂറിൽ 70 km/h ആണ്. ഇവിടെ km/h തന്നെ തന്നതുകൊണ്ട് നമുക്ക് വേറെ ഇതിലേക്ക് മാറ്റേണ്ടതായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് തമ്മിൽ പ്ലസ് ചെയ്യാണ് ഇവിടെ വേണ്ടത്. പ്ലസ് അല്ല, ഇൻറ്റു ചെയ്യാണ് വേണ്ടത്. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 40 × 2 80. ഇവിടെ 70 × 3 210. ഇവിടെ സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് 210 + 80 = 290 ആണ്. ആകെ സഞ്ചരിച്ച സമയം എന്ന് പറയുന്നത് 2 + 3 = 5 മണിക്കൂറാണ്. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് 290, സമയം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 58 km/h എന്ന് കിട്ടും.